ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ റബ്ബ് നമ്മയും കുടുംബത്തെയും മരിച്ചുപോയവരെയും ഉൾപ്പെടുത്തട്ടെ. സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹിന്റെ പൊരുത്തത്തിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു ചേർക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഖുർആനിനെ കുറിച്ച് ഖുർആൻ തന്നെ പേര് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രയോഗങ്ങളാണ്. ഒന്ന് ദിക്ർ എന്നുള്ളതും മറ്റൊന്ന് ഹുദ എന്നുള്ളതും. ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. എല്ലാവർക്കും സുപരിചിതമാണ് ആ പ്രയോഗം, ഹുദല്ലിൽ മുത്തഖീൻ. പരിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങൾക്ക് വഴികാട്ടിയാണ്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ കാണാം, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ ഒരു ചിന്തനീയമായ ഗ്രന്ഥമാണ് എന്ന്. അതേ പ്രയോഗത്തെ മറ്റൊരർത്ഥത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ. ഈ ചിന്തനീയമായ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചു, അല്ലെങ്കിൽ ഈ പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെ അല്ലാഹു നിലനിർത്തി, അത് ഖിയാമത്ത് നാൾ വരെ എന്നൊക്കെ. അപ്പൊ ദിക്ർ, ഹുദ തുടങ്ങുന്ന പ്രയോഗങ്ങൾ ഖുർആനിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഭൂമിയിലേക്ക് മനുഷ്യ ജീവിതത്തിന്റെ നിയോഗം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചർച്ചയെ കൂടുതൽ ഖുർആൻ പലയിടങ്ങളിൽ പറയുന്നുണ്ട്. സൂറത്ത് ത്വാഹയിലെ ആയത്തിൽ കാണാം, ആ മനുഷ്യ നിയോഗം ഭൂമിയിൽ ഉണ്ടായ സമയത്ത് മനുഷ്യനോട് അല്ലാഹു കൊടുത്ത നിർദ്ദേശം, എന്റെ ഹുദ നിങ്ങൾക്ക് വന്നാൽ, നേരത്തെ പറഞ്ഞ ഖുർആൻ അല്ലെങ്കിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം, ജീവിത സന്ദേശം, അത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ഹുദയെ പിൻപറ്റുന്ന ആൾ ഒരിക്കലും പരാജയപ്പെടൂല എന്ന് ഖുർആൻ. അപ്പൊ അള്ളാഹുവിന്റെ ഹുദയാകുന്ന ഖുർആനിനെ ഇത്തിബാ ചെയ്യുന്നവൻ ഒരിക്കലും, അതിന്റെ പിന്നാലെ പോകുന്നവൻ ഒരിക്കലും പരാജയപ്പെടൂല. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തിട്ട്. ആധുനിക ലോകത്തിന്റെ സർവ്വസമയവും ഇന്ന് ചർച്ചയായിരിക്കുന്നത് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവേശോജ്ജലമായ കാര്യങ്ങൾ മാത്രമാണ്. നമ്മുടെ യുവതലമുറയും അതുപോലെ തന്നെ അവരോട് ചേർന്ന് നിൽക്കുന്ന ഫുട്ബോൾ പ്രേമികളും രാത്രികളിൽ ഒരുപാട് ഉറക്കമൊഴിച്ചും സമയം പാഴാക്കിയും അതിന്റെ പിന്നാലെ പോകുന്നോടത്ത്, ആ പിന്നാലെ പോകൽ അവിടെയല്ല ശരിക്കും നേരത്തെ പറഞ്ഞ ഹുദയുടെ ഖുർആനിന്റെ പിന്നാലെ പോകേണ്ടത്. എന്നാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഫലാ യദുല്ലു വലാ യസ്ഖ, വഴി പിഴയ്ക്കുവല, പരാജയപ്പെടൂല. ജീവിതത്തിൽ നിന്ന് സങ്കടങ്ങൾ മാത്രമല്ല എല്ലാവർക്കും ഉള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഖുർആന്റെ പിന്നാലെ ആരുമില്ല. മുസ്ലിം ഉമ്മത്ത് ഖുർആന്റെ പിന്നാലെ ഇല്ല. ഖുർആൻ ജീവിതത്തിൽ നിന്നും ഒരുപാട് അർത്ഥങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നിടത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഖുർആനെ അവഗണിക്കുന്നവരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അവഗണന, ഖുർആനിനോടുള്ള അവഗണന. അവഗണന എന്ന് പറഞ്ഞാൽ പരിഗണന ഇല്ലായ്മ. ആർക്കാ ഇത് ഇന്ന് കയ്യിലെടുക്കാൻ നേരം? ആർക്കാ ഇതിനോടൊന്ന് സ്നേഹം പങ്കിടാൻ നേരം? പുതിയ തലമുറയിൽ ഈ ധൃതിക്കാരല്ലേ, നിസ്കാരം ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഖുർആൻ നിസ്കാരത്തോട് ഒപ്പം വേണമെന്നല്ലേ നമ്മുടെ മതം പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ നിസ്കാരത്തോട് ചേർക്കപ്പെട്ടിരിക്കല്ലേ. നിസ്കാരത്തിന്റെ അകത്ത് പോലും സൂറത്തുൽ ഫാത്തിഹയും മറ്റു അധ്യായങ്ങളുമൊക്കെ നിസ്കാരത്തിന്റെ അകത്ത് പോലും ഖുർആനിന്റെ ഒരു സാന്നിധ്യം നമ്മളേറെ ചിന്തിക്കേണ്ടതാണ്. നിസ്കാരമുണ്ട്, പക്ഷെ ഖുർആനുമായ ഒരു ബന്ധമല്ല. പുതിയ തലമുറയിൽ എല്ലാവരും അല്ല പറയുന്നത് സൂറത്തുൽ വാഖിഅ അത് പതിവാക്കണമെന്നോ അല്ലെങ്കിൽ മുൽക്ക് പതിവാക്കണമെന്നോ യാസീൻ ഓതണമെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ പുറത്തേക്കുള്ളതായ അമലുകളിൽ ഈ ഖുർആൻ പാരായണത്തിന് ഒരു ബന്ധമില്ലാത്ത രീതിയിലേക്ക് മനുഷ്യൻ യാന്ത്രികമായി ചില കർമ്മങ്ങൾ നിർവഹിക്കുന്ന പോലെ നിസ്കാരങ്ങൾ ഇങ്ങനെ പോവാം. നിസ്കാരത്തിന്റെ ലക്ഷ്യത്തിലേക്ക് പരിപൂർണമായി എത്താനും നിസ്കാരം കൊണ്ട് കിട്ടേണ്ട നേട്ടങ്ങളെ പരിപൂർണമായും കിട്ടാനും ഖുർആൻ പാരായണം നിസ്കാരം പോലെ തന്നെ കൂടെ വേണ്ടതാണ്. ഖുർആൻ പാരായണം കൊണ്ട് തസ്കിയത്ത് ഉണ്ടാവാം, നിസ്കാരത്തിന്റെ ഹൃദയ സാന്നിധ്യം ഉണ്ടാവാം. അങ്ങനെ ഖുർആൻ പാരായണം ധാരാളം ഉണ്ടാവണം. അതേക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഏതായാലും ഖുർആനിനെ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം തീർച്ചയാണ്. ഖുർആനിനെ എവിടെ പരിഗണിക്കാം? അതായത് അവഗണിക്കുന്നു. ഇന്ന് ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്ക് ഒരു പരിധിവരെ നമ്മൾ
ഉത്തരവാദികളായത് ഖുർആനിനെ അവഗണിച്ചതിന്റെ പേരില്ല. കേട്ടോളൂ, സൂറത്തു ത്വാഹയുടെ 1-2 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വകം വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ قال رب لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. സുദീർഘമായ ആയത്തുകൾ ഇങ്ങനെ പോവാം. അല്ലാഹു പറയുന്നു, വമൻ അഅറള അൻ ദിക്രി, ഈ വിശുദ്ധ ഖുർആനിനെ ആരെങ്കിലും അവഗണിച്ചു പോയാൽ, ഖുർആനിനെ അവഗണിച്ചാൽ, ഫഇന്ന ലഹു മഈശതൻ ളങ്കാ, ഖുർആൻ ഇല്ലാത്ത ജീവിതം ഞെരുക്കത്തിലാണെന്ന് ഖുർആൻ. ഈ മതഗ്രന്ഥം ഇത് വെറുതെയുള്ളതല്ല, ഇത് മാസ്മരികമാത്ഭുതമാ. ഇത് ജീവിതത്തിൽ നിന്ന് മകലും തോറും നമ്മൾ ഞെരുക്കത്തിലേക്ക് ചേരുമെന്ന് ഖുർആൻ. ബറക്കത്ത് കുറയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് ജീവിതത്തിൽ അകലാൻ പാടില്ല. ഗ്ലാഡ്സ്റ്റോൺ പോലും പറഞ്ഞത്, വില്യം ഗ്ലാഡ്സ്റ്റോൺ പോലും പറഞ്ഞത് ഇത് നശിപ്പിക്കാനാ പറഞ്ഞത്. എന്തുകൊണ്ട്? ഇതുകൊണ്ട് കിട്ടുന്ന മനക്കരുത്ത് വേറെയാണ്. അങ്ങനെ ഒരു പൂർവീകര ചരിത്രത്തിൽ ഇസ്ലാമിക വിരോധികൾ പേടിച്ചിരുന്നു. കാരണം ഖുർആൻ കൊണ്ട് ജീവിത വിജയം കിട്ടിയത്, ഖുർആൻ കൊണ്ട് ജീവിത വിജയം കിട്ടി. ജീവിതത്തിൽ ഒരിക്കലും അവർ പരാജയപ്പെട്ടിട്ടില്ല. അവർക്ക് ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല. ഇല്ലായ്മകൾ ഒരുപാടുണ്ട്, പക്ഷെ ജീവിതത്തെ ഇത് ബാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഖുർആൻ കൂടെ ഉണ്ട്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, സ്വഹീഹ് മുസ്ലിം عن عمر بن الخطاب رضي الله عنه قال رسول الله صلى الله عليه وسلم, പുണ്യ നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, إن الله يرفع بهذا الكتاب أقواما ويضع به آخرين. അല്ലാഹു ഈ വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് സമൂഹത്തിൽ ഒരു വിഭാഗത്തെ ഉന്നതരാക്കി. ഇതേ ഗ്രന്ഥം കൊണ്ട് അല്ലാഹു നിസ്സാരപ്പെടുത്തി കളഞ്ഞു. ഉന്നതരാക്കിയവരിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ. ജീവിതത്തിൽ ഈ വിശുദ്ധമായ ഗ്രന്ഥം കൊണ്ട് നേട്ടങ്ങൾ കൈവരിച്ചു അവരെ നോക്കി ഭയപ്പാടോടുകൂടെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധോസഭയിൽ വെച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ഗ്ലാഡ്സ്റ്റോൺ പറഞ്ഞു, ഇത് നശിപ്പിക്കണം, എന്നാൽ നമുക്ക് സമാധാനം ഉണ്ടാവും. അത്രത്തോളം 19-ാം നൂറ്റാണ്ടിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഈജിപ്തിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ബ്രിട്ടീഷുകാരന്റെ പട്ടാളത്തെ നിലക്ക് നിർത്താൻ ആ കാലഘട്ടത്തിലെ ഈജിപ്ഷ്യൻ ജനത ഖുർആൻ കൊണ്ടുണ്ടാക്കിയ ഒരു മാസ്മരികമായ സംരക്ഷണ വലയം. ഇതൊക്കെ തന്നെ ബദറിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഖുർആനിനെ അവഗണിക്കാനേ പാടില്ല. അതങ്ങനെ അലമാരിൽ അവിടെ ഇരിക്കുക, അതിനോടൊരു സ്നേഹവുമില്ല. കേട്ടോളൂ, ഖുർആനിനെ കണ്ടില്ല എന്ന് വെച്ച് നടന്നാൽ അവനെ അല്ലാഹു കണ്ണുപൊട്ടനായ ആഖിറത്തിൽ കൊണ്ടുവരിക എന്ന് ഖുർആൻ. ഖുർആനെ കണ്ടില്ല എന്ന് വെച്ചെടുക്ക, അങ്ങനെ ഉണ്ടല്ലോ. അതല്ല ഇപ്പൊ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാ ഇതിന്റെ പിന്നാലെ പോ? ആരുമില്ലല്ലോ. പുതിയ തലമുറ എവിടെ നിൽക്കുന്നു? വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവനെ കണ്ണുപൊട്ടനായ നാളെ മഹ്ശറയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ചോദിക്കും, ഖാല, ഇവന് വല്ല സങ്കട, കണ്ണുപൊട്ടനായിട്ട് മഹ്ശറിൽ വന്നിരിക്കുന്നു. അപ്പൊ അല്ലാഹു ചോദിക്കും, അല്ലാഹുവേ റബ്ബി ലിമ ഹശർതനി അഅ്മാ വഖദ് കുന്തു ബസീറാ. അല്ലാഹുവേ, എന്നെന്തിനാ നീ കണ്ണിന് കാഴ്ചയില്ലാത്തവനായി മഹ്ശറിൽ കൊണ്ടുവന്നത്? ഞാൻ നല്ല കണ്ണിന് കാഴ്ചയുള്ള ആളായിരുന്നല്ലോ. അല്ലാഹു പറയും, ഖാല കദാലിക തസ്ക ആയാതുനാ ഫനസീതഹാ. എന്റെ പരിശുദ്ധ വചനങ്ങൾ നിനക്ക് വന്നതല്ലേ, അതിനെ നീ മറന്ന് ജീവിച്ചവനല്ലേ. അത് ജീവിതത്തിൽ എവിടെ ഉണ്ടായിട്ടുണ്ടോ? അതിനോടൊരു അവഗണന ഉണ്ടായിട്ടുണ്ടല്ലോ. വകദാലികൽ യൗമ തുൻസാ.
മൂസ, ഖുർആനിനെ നീ മാറ്റിവെച്ചല്ലോ. ഒരു ബന്ധവുമില്ല. ഈ അടുത്ത ദിവസം ഒരു വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട ഒരു പിതാവ് എന്നോട് പറഞ്ഞ നിബന്ധന, എന്റെ മകളെ വിവാഹം കഴിക്കുന്നവൻ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാവണം. നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വിട്ടു. നിസ്കാരമല്ല വേണ്ടത്, ഖുർആൻ പാരായണമായി എനിക്ക് വേണ്ടത്. എന്തുകൊണ്ട്? അദ്ദേഹം മനസ്സിലാക്കി ഖുർആൻ പാരായണം അങ്ങനെ. മനുഷ്യന്മാര് നിസ്കാരമൊക്കെ ഉണ്ടാവും, പക്ഷെ ജീവിതത്തിൽ അടുത്ത് അറിയേണ്ടതിന് അടുത്തറിയാൻ, ബോധ്യപ്പെടേണ്ടതിന് ബോധ്യപ്പെടാൻ, അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെടാനുള്ള രീതിയിൽ ഹൃദയത്തെ ഉണർത്തേണ്ട കാര്യങ്ങളിൽ ഉണരാൻ കഴിയാതെ പോകുന്ന കഴിവുകേടിൽ കൃത്യമായ ഒരു മരുന്നായി പ്രവർത്തിക്കുന്ന ഒരു വലിയ അത്ഭുതമാണ് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യസ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വാ ഉലൈക ലഹും അദാബും മുഹീൻ. وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في أذنيها وقرا فبشره بعذاب أليم. പരിശുദ്ധ ഖുർആൻ. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, കളി വിനോദങ്ങൾക്ക് വേണ്ടി പണം മുടക്കുന്നവരാണവർ. അങ്ങനെ അർത്ഥം. ഈ കാലം അങ്ങനെയായിപ്പോയി. ബ്രസീലിന്റെ പിന്നാലെ, അർജന്റീനയുടെ പിന്നാലെ, പോളണ്ടിന്റെ പിന്നാലെ, ഫ്രാൻസിന്റെ പിന്നാലെ, തുർക്കിക്ക് പിന്തുണ, ബെൽജിയത്തിന് പിന്തുണ, കൊളംബിയക്ക് പിന്തുണ, ഡെൻമാർക്കിന് പിന്തുണ, ഇറ്റലിയുടെ പിന്നാലെ, ഇംഗ്ലണ്ടിന്റെ പിന്നാലെ, ഇറാന്റെ പിന്നാലെ, എന്തിനേറെ സാക്ഷാൽ സൗദി അറേബ്യയുടെ പിന്നാലെ. ഫുട്ബോൾ മാമാങ്കം, താര അനുകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശരീരം മുഴുവൻ ഇങ്ങനെ ചായം പൂശ. എന്തുകൊണ്ട്? താനൊരു ബ്രസീൽ ഫാനാണ്. താര അനുകരണങ്ങൾ, ഫാൻസ് അസോസിയേഷന്റെ ഭാരവാഹികളുടെ കൂട്ടത്തല്ലുകൾ. ഒരു മാച്ചിന് വിജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ പ്രകടനങ്ങൾ. കിടന്നുറങ്ങാൻ പറ്റില്ല. വേൾഡ് കപ്പിന്റെ മാമാങ്കം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോ 1400 കൊല്ലം മുമ്പ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഓ അമീനൻ നാസി മൻ യസ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നും വഴിപിഴച്ചു പോവാൻ വേണ്ടി കളി വിനോദങ്ങൾക്ക് വേണ്ടി പണം മുടക്കുന്ന ആളുകൾ ജനങ്ങളിലുണ്ടേ. എന്തിനു വേണ്ടി? അള്ളാന്റെ മാർഗത്തിൽ നിന്നും വഴിപിഴച്ചു പോവാൻ വേണ്ടി കളി വിനോദങ്ങൾക്കായി പണം മുടക്കുന്നവൻ ജനങ്ങളിലുണ്ടേ. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് വഴിപിഴച്ചു പോകുന്ന ആളുകളിൽ പെടുത്തല്ലേ എന്ന ഫാത്തിഹയുടെ അവസാനം. വലല്ലാലീൻ, വഴിപിഴച്ചവരിൽ പെടുത്തല്ലേ. ഇവിടെ പറഞ്ഞു അള്ളാന്റെ മാർഗത്തിൽ നിന്നും ലലാലത്തിലേക്ക് പോവാൻ. അതിനു വേണ്ടിയിട്ട് പണം മുടക്കുന്നു. പ്രൊജക്ടറിന് വേണ്ടി, കളിയിരുന്ന് കാണാൻ, പന്തില് കെട്ടാൻ. കളി വിനോദങ്ങളുടെ പേരില് പണം മുടക്കുന്നവൻ അല്ലാഹു കൃത്യമായി വിമർശിച്ചു പറഞ്ഞു. ജനങ്ങളിൽ അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ബിഗൈരി ഇൽം, വിവരക്കേട് കൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു. ഖുർആനാണോ ഇത്? വിവരക്കേട് കൊണ്ട് ഇത് സംഭവിക്കുന്നു. ഇതൊരു പരിഹാസവും കളിയും ചിരി തമാശയായിട്ട് ഇത് അവസാനം എത്തിപ്പെടുന്നത് ഉലൈക ലഹും അദാബും മുഹീൻ. ഇതൊരു നിസ്സാരമായ തരം താഴ്ന്ന ശിക്ഷയിലേക്കാ പോകുന്നത്.
ഇനി കേട്ടോളൂ, ഇവരോട് ഇങ്ങനെ അരുതെന്ന് പറഞ്ഞാൽ വൈദാ തുത്ലാ അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറാ, പരിശുദ്ധ വചനങ്ങൾ ഉദ്ധരിച്ചിട്ട് ഇവരോട് അത് അരുതെന്ന് പറഞ്ഞാൽ കഅല്ലം യസ്മഉഹാ, അവൻ കേൾക്കാത്ത മാതിരി പോകും. കേട്ടാലോ വകവെക്കില്ല. കഅന്ന ഫീ ഉദനൈഹി വഖറ, എന്തോ വെച്ച് അടച്ചു വെച്ച ചെവി, അങ്ങോട്ടൊന്നും കേൾക്കണില്ല, ഒരു പൊട്ടനെ പോലെ. അവനെ കണ്ണുപൊട്ടനായ മശ്ശറെ കൊണ്ടുവരാം. എന്റെ പ്രിയമുള്ളവരെ, ഖുർആനിനെ അവഗണിക്കുന്ന ഒരു പുത്തൻ തലമുറയുടെ വിവേകമില്ലാത്ത പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ പറഞ്ഞു പോയതാ. പരിശുദ്ധ ഖുർആനിലേക്ക് നമുക്ക് കയറണമല്ലോ, ഇത്ര വലിയ പ്രതിഫലമുള്ള അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് കയറണമല്ലോ. അതിന്റെ രസമങ്ങ് അറിഞ്ഞാൽ, ഖുർആൻ ഹരമായി മാറിയാൽ, മരിക്കുമ്പോഴും കയ്യിൽ പരിശുദ്ധ ഖുർആൻ ബീവി നഫീസത്തുൽ മിസ്രിയ സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് വഫാത്താകുമ്പോൾ സയ്യിദുനാ ഉസ്മാൻ കയ്യിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ. ഇങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അങ്ങ് ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ രാവ് മുഴുവനും ഒരു ഖത്തം, അത് നിസ്കാരത്തിന്റെ അകത്ത്. എന്തുകൊണ്ട് മഹാന്മാർ നിസ്കാരത്തിന്റെ അകത്ത് ഖത്തം ഓതി ആനന്ദം കൊണ്ട് അവർ ഉറക്കൊഴിച്ചതൊക്കെ അങ്ങനെയാണല്ലോ. എന്തുകൊണ്ട് മഹാന്മാർ ഒരു കാൽമേൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ. എന്തുകൊണ്ടായി മഹാന്മാരൊക്കെ നിസ്കാരത്തിലും പരിശുദ്ധ ഖുർആനിന്റെ പാതിരാവിലെ പാരായണത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ ആനന്ദിച്ചു പോയത് എന്തുകൊണ്ടാണ്? അതിന്റെ ഒരു ലഹരി വേറെ തന്നെയാണ്. അതിന്റെ പ്രതിഫലത്തിന്റെ വലിപ്പമറിഞ്ഞാൽ ആരും അങ്ങനെ ഒന്ന് ചെയ്തു പോകും. കേട്ടോളൂ, മഹാന്മാർ പഠിപ്പിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. മജാലിസുൽ അൻവാറിലെ ഹദീസ് കാണാം, വേറെയും കിതാബിലുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, മൻ ഖറഅൽ ഖുർആന ഫസ്തദ്ഹറഹു ഫഹല്ല ഹലാലഹു വഹറമ ഹറാമഹു. ഒരാൾ ഖുർആനിന്റെ പിന്നാലെ പോയി, അങ്ങനെയാണല്ലോ ഖുർആന്റെ പിന്നാലെ പോകണം. അങ്ങനെ ഖുർആനിന്റെ അകത്തുള്ള രഹസ്യങ്ങൾ അവൻ ഇങ്ങനെ പഠിച്ച് പുറത്തു കൊണ്ടുവരാൻ തുടങ്ങി. ഖുർആനിന്റെ പദപ്രയോഗങ്ങളെ കുറിച്ചും അതിന്റെ ഗൗരവത്തെക്കുറിച്ചുമുള്ള പഠനങ്ങളിൽ മുഴുകി. അങ്ങനെ ആ പഠനത്തിൽ, ഖുർആന്റെ പഠനത്തിൽ മുഴുകി അതിൽ ഇഴകിച്ചേർന്ന മനുഷ്യൻ ഓരോ അക്ഷരത്തിനും ഓരോ അർത്ഥത്തിനും അതിൻ്റെതായ സൗകുമാര്യതയും ഗൗരവവുമുള്ള ഖുർആനിന്റെ ലഹരിയിലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ കയറി വന്നാൽ, ഖുർആൻ പറഞ്ഞ ഹറാമുകൾ അവഗണിച്ചാൽ, ഖുർആൻ കൊണ്ട് ഹലാലിന്റെ മാർഗത്തിലേക്ക് പോയാൽ, ഹബീബ് പഠിപ്പിക്കുന്നു, അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവന് സ്വർഗം ഉറപ്പാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസഫഅഹു ഫീ അശറത്തി മിൻ അഹ്ലി ബൈതിഹി. ഇങ്ങനെ ഖുർആൻ കൊണ്ട് സ്വർഗം കിട്ടുന്നവൻ മുഖേന അവന്റെ കുടുംബത്തിലെ 10 പേർക്കും അല്ലാഹു അവൻ റെക്കമെൻഡ് ചെയ്താൽ സ്വർഗം കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മാദല്ലദീ യസ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം. പരിശുദ്ധ ഖുർആൻ ആയത്തുൽ കുർസിയിൽ എന്താ പറഞ്ഞത്? അള്ളാന്റെ മുന്നില് ശഫാഅത്ത് ചെയ്യാൻ അള്ളാഹ് അനുവാദം കൊടുത്തവർക്ക് സാധിക്കുക. ഈ അർത്ഥത്തിൽ ജീവിച്ച് ഖുർആനിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിച്ചവന് സ്വർഗത്തിൽ പോവും. അവന്റെ കുടുംബത്തിൽ നിന്ന് 10 പേരെ കൊണ്ടുപോകാൻ അവന് പറ്റും. അള്ളാഹു ഭാഗ്യം തരട്ടെ. ആ 10 പേരെ സ്വർഗത്തിലേക്ക് പോകേണ്ടവരായിരുന്നില്ല. കുല്ലുഹും ഖദ് വജബത് ലഹുമുന്നാർ, അവർക്ക് നരകം നിർബന്ധമായിരുന്നു. അങ്ങനെയുള്ള 10 പേരെ കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെ അത്രയും വലിയ ഒരു ശഫാഅത്തിനുള്ള യോഗ്യത ഖുർആനിന്റെ നിരന്തരമായ ബന്ധം കൊണ്ട് സാധ്യമാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ്. ഇനി കേട്ടോളൂ, മറ്റൊരു ഹദീസ് കേട്ടോളൂ. ഖുർആൻ ഓതുന്നതിന്റെ ആ പാരായണത്തിന്റെ ലഹരി എങ്ങനെ മഹാന്മാർ ഇത് ആസ്വദിച്ചു, അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ്
ഒരു ഹദീസ് കേട്ടോളൂ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മൾ ഈ അടുത്ത കാലത്ത് ഈ ഹദീസ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ. ഖുർആൻ ഓതുമ്പോൾ ഓരോ അക്ഷരത്തിനും 100 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു രീതിയുണ്ട് ഖുർആൻ ഓതുമ്പോ. അതെങ്ങനെയെന്ന് അറിയോ? മൻ ഖറഅ, ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറഅൽ ഖുർആന വഹുവ ഫിസ്സലാ, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിലായ ഒരാൾ ഖുർആൻ ഇങ്ങനെ ഓതുകയാണെങ്കിൽ നിസ്കാരത്തിൽ ഓതപ്പെടുന്ന ഖുർആനിന്റെ ഓരോ അക്ഷരത്തിനും കാനലഹു ബികുല്ലി ഹർഫിൻ മിഅതു ഹസന, ഓരോ അക്ഷരത്തിനും 100 നന്മ, 100 കൂലി. ഒരക്ഷരത്തിന് 100 കൂലി, ഒരക്ഷരത്തിന് 100 കൂലി. അതായത് 100 ഇരട്ടി പ്രതിഫലം ഖുർആൻ ഓതുമ്പോൾ 100 ഇരട്ടി കൂലി കിട്ടാൻ നിസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതിക്കോളൂ. വലിയ വലിയ സൂറത്ത് അറിയാവുന്ന ഓതണം. യാസീൻ ഓതിക്കോളൂ. വാക്യല്ല രാത്രി ഓതാറുള്ള നിസ്കരിച്ചുകൊണ്ടാണ് ഓതിക്കോ. എനിക്കൊരു സുഹൃത്തുണ്ട്, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അദ്ദേഹം മഗ്രിബ് കഴിഞ്ഞിട്ട് മഗ്രിബിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ വാഖിഅ. ഒരു പക്ഷേ ഈ ക്ലാസ് അദ്ദേഹം കേൾക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുൽക്ക്. മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിൽ വാഖിഅ കാണാതറിയുന്നവര് ഫാത്തിഹ കഴിഞ്ഞിട്ട് വാഖിഅ ഓതിക്കോ. വാഖിഅ ഓതലുമായി നിസ്കാരത്തിലുമായി 100 വട്ടം വാഖിഅ ഓതിയ കൂലിയുമായി, 100 വട്ടം മുൽക്ക് ഓതിയ കൂലിയായി 2ാമത്തെ റക്അത്തിൽ. നിസ്കാരത്തിൽ ഓതുന്നതിന് 100 ഇരട്ടി കൂലി. എന്തുകൊണ്ട്? ഖിബ്ല, ഉളു, ശ്രദ്ധ ഏറ്റവും വലിയ അമലിന്റെ അകത്ത് കൊണ്ടുവന്നു എന്നതും അള്ളാന്റെ മുന്നിലെ ഏകാഗ്രതയിൽ നിൽക്കുന്ന ഒരു രീതിയാണ് നിസ്കാരത്തിലൂടെ ഉള്ളത്. ആ ഒരു പരിഗണന ഇനി കേട്ടോളൂ. ഹബീബ് പഠിപ്പിച്ചു, ഒരാളെ നിസ്കാരത്തിലല്ല ഓതിയതോ മൻ ഖറഅൽ ഖുർആന ഫീ ഗൈരി സ്വലാത്തി അലാ വുളു, നിസ്കാരത്തിലല്ല ഓതിയത്, ഖുർആൻ ഓതിയപ്പോ ഒളു ഉണ്ടാക്കും. കാണാതെ ഒക്കെ വല്ലത് ഓതുന്നതിന് ഒതു വേണ്ടല്ലോ. പക്ഷെ ഇത് ഒതോടുകൂടി ഓതിയത്, ഒതോടുകൂടിയാണ് കണ്ടോദിക്കോ. ഇപ്പൊ കണ്ടുകൊണ്ട് നിന്നു എന്നൊരു കൂലിയും കൂടി ഉണ്ട്. ഒതുവോടുകൂടെ ഒരാൾ ഓതി നിസ്കാരത്തിലല്ല. എന്നാൽ 25 ഇരട്ടി കൂലിയാ ഒതോടുകൂടി ഓതിയ. ഇനി ഒരാൾ ഓതിയത് ഒതുവല്ല, നിസ്കാരത്തിലുമല്ല, അല്ലാതെ ഓതിയതാ, എന്നാൽ 10 ഇരട്ടി കൂലി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇങ്ങനെ ഈ അമലിന്റെ പ്രതിഫലം നമ്മുടെ മുന്നിൽ ഇങ്ങനെ വിശാലമായി വിടർന്നു നിൽക്കാം. ഈ ഒരു വഴിക്ക് പോയപ്പോഴാ മഹാന്മാരായ ആളുകൾക്കൊക്കെ നിസ്കാരത്തിലും അല്ലാതെയൊക്കെ ഖുർആൻ പാരായണത്തോട് ഇത്രയും വലിയൊരു താല്പര്യം ഉണ്ടായത്. ഇനി കേട്ടോളൂ, അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് നമ്മളോട്, ഈ ഖുർആൻ പാരായണത്തെ അവഗണിച്ച്, ഖുർആനിനെ അവഗണിച്ച് ജീവിക്കല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. എന്താ പറഞ്ഞത്? മുഅ്മിനീങ്ങളെ, നിങ്ങൾ തിരക്കാണെന്ന് പറയല്ലേ. ലാ തുൽഹിക്കും, നിങ്ങളെ തിരക്കാക്കാതിരിക്കട്ടെ. നിങ്ങൾ തിരക്കാണെന്ന് പറയല്ലേ. അംവാലുക്കും, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തിരക്കായി പോയി എന്ന് പറയല്ലേ. വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, അള്ളാന്റെ ഖുർആനിനെ ഒന്ന് കയ്യിലെടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. എന്താ കാരണം? ഞാൻ സാമ്പത്തിക രംഗത്ത് തിരക്കായിരുന്നു, മക്കളുടെ കാര്യത്തിൽ ഞാൻ തിരക്കായിരുന്നു എന്ന വർത്താനം നിങ്ങൾ പറയല്ലേ. അങ്ങനെ പറയല്ലേ. അങ്ങനെ പറയേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഖുർആൻ പറയുന്നു, ഒരാൾ അങ്ങനെയാണ് എങ്കിൽ അവൻ പരാജയപ്പെട തന്നെ ചെയ്യുമെന്ന് ഖുർആൻ
അള്ളാഹു ആ പരാജയത്തിൽ പെടുത്താതിരിക്കട്ടെ. നേരത്തെ നമ്മൾ ഓതിയ ആയത്ത് എന്തായിരുന്നു? അതില് പറഞ്ഞത് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് കടന്നു വന്നാൽ ലാ യഷ്ഖാ പറഞ്ഞത്, അവൻ ഒരിക്കലും പരാജയപ്പെടൂല എന്ന് പറഞ്ഞത്. ഇത് പറയുന്നു ഖുർആൻ അവഗണിച്ചാൽ പരാജയപ്പെട്ടു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം. ഒരു ഹദീസ് കേട്ടോട്ടോ. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, പുന്നാര നബി തങ്ങളുടെ കൂടെ ഞാൻ ഒരിക്കൽ ഒരു യാത്രയില, റസൂലുള്ളാഹിയുടെ കൂടെ ഞാനൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ തനിച്ച് കിട്ടിയ നേരത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹദ്ദിസ്നാ ബിഹദീസിൻ, നബിയെ ഒരു ഹദീസ് പറഞ്ഞു തരുമോ? നൗതഫിഉ ബിഹി, ഞങ്ങൾക്കത് പ്രയോജനമായി തീരും, ഞങ്ങൾക്ക് ഉപകാരമുള്ള ഒരു ഹദീസ് എന്ന് പറഞ്ഞുതരാം. എന്തെങ്കിലും ഒരു ഉപകാരത്തിന് ഒരു ഹദീസ് പറഞ്ഞതാ. എല്ലാ ഉപകാരത്തിനാണ്, പ്രത്യേകിച്ച് ചോദിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, 6 നേട്ടങ്ങൾ കിട്ടാൻ ഇനി പറയുന്നത് ചെയ്തോളൂ. ഹദീസാണ് കേട്ടോ. 6 നേട്ടങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഈ 6 നേട്ടം കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട അമല്. 6 നേട്ടങ്ങൾ ആദ്യം പറയാം. ഒന്നാമത്തെ നേട്ടം, ഇൻ അറത്തും ഐശസ്സുഅദാ, 2 ലോകവും രക്ഷപ്പെടുന്ന വിജയികളുണ്ടല്ലോ, അള്ളാഹു അതിൽ പെടുത്തട്ടെ. അവര് ജീവിച്ചു പോകുന്ന പോലെ ജീവിച്ചു മരിക്കണോ നിങ്ങൾക്ക്? ഒന്നാമത്തെ നേട്ടം. 2 ലോകം രക്ഷപ്പെടുന്ന ആളുകൾ ജീവിക്കുന്ന പോലെ ജീവിച്ചു മരിക്കണം. കേട്ടോളൂ. ഷഹീദിന്റെ മരണത്തിൽ കിട്ടുന്ന പരിഗണനയും കൂലിയും കിട്ടണോ? രണ്ടാമത്തെ നേട്ടം. മൂന്നാമത് പറഞ്ഞു, മഹ്ശറയിൽ വെച്ച് ദാഹമില്ലാതെ ക്ഷീണമില്ലാതെ രക്ഷപ്പെടണോ? മൂന്നാമത്തെ നേട്ടം. ഒരിക്കലും ഹിദായത്ത് നഷ്ടപ്പെടാതെ നല്ല മൂമിനായി ജീവിക്കണോ? ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കണം. 4 കാര്യം. ഇനി കേട്ടോളൂ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇനി അതിന്റെ ഇടയിൽ അമല് പറയാം. ഏത് അമലാണ് ചെയ്യുന്നത്? അമല് പറഞ്ഞതിന് ശേഷം പിന്നാണ് ബാക്കി 2 നേട്ടം പറയുന്നത്. അതിന് ചെയ്യേണ്ട അമല് ഖുർആൻ പാരായണം പതിവാക്കിയാൽ മതി. 4 നേട്ടങ്ങൾ പറഞ്ഞിട്ട് അമല് പറഞ്ഞു, ഖുർആൻ പാരായണം പതിവാക്കണം. ഇനി ആ ഖുർആൻ പാരായണം പതിവാക്കണം എന്ന് പറഞ്ഞതിന് ശേഷം, അമല് പറഞ്ഞതിന് ശേഷം പിന്നെയാണ് 5ാമത്തെ നേട്ടം 6ാമത്തെ നേട്ടം പറയുന്നത്. 5ാമത്തെ നേട്ടം ഫൈനഹു കലാമുർ റഹ്മാനി വഹിസ്സുനും മിനശ് ശൈത്താനി, പിശാചിൽ നിന്നും കാവൽ കിട്ടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 5ാമത്തെ നേട്ടം. 6ാമത്തെ നേട്ടം വറുജുഹാനം ഫിൽ മീസാൻ, മീസാൻ എന്ന തുലാസിൽ തൂക്കം കൂടുതൽ കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ 6 നേട്ടങ്ങൾ. ഈ 6 നേട്ടങ്ങൾക്ക് ഖുർആൻ പാരായണം പതിവായാൽ മതി, നിത്യമായാൽ മതി. ജീവിതത്തിൽ അല്ലാഹു എത്തിച്ചു തരട്ടെ. അത്രത്തോളം നമ്മുടെ ഈ പുരോഗമനത്തിന്റെയും പരിഷ്കാരത്തിന്റെയും കാലം പല നിലക്കുള്ള അരക്ഷിതാവസ്ഥയിലും അതുപോലെ തന്നെയുള്ള അനിസ്ലാമികമായ കാര്യങ്ങളിലും നിറഞ്ഞു തുളുമ്പി അതിന്റെ എല്ലാ നിർലജ്ജതയും നൃത്തമാടുന്ന ഈ സന്ദർഭം, ഒരു മൂമിനായ മനുഷ്യൻ ഖുർആന്റെ പിന്നാലെ, ഖുർആൻ കൊണ്ട് സംസ്കരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങുക എന്നത് ഓരോരുത്തർക്കും ബാധ്യതയാണ്. അള്ളാഹു നിറവേറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3 സ്വലാത്തിൽ ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ ഖബൂലാക്ക് തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കുക അല്ലാഹ്. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്ക് റഹ്മാനേ. കരുണ ചെയ്യ് അല്ലാഹ്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്. ദുആ വസിയത്ത് ഏൽപ്പിച്ചവരിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്. അവരുടെയൊക്കെ ഹലാലായ മുറാദ് ഹാസിലാക്കുക അല്ലാഹ്. ഒരുപാട് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏത് രോഗമാണെങ്കിലും നീ ശിഫാ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. ശിഫാ നിന്റെ ഔദാര്യമല്ലേ അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ റഹ്മാനേ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്.
അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് നീ അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ലാ. അല്ലാഹുവേ, കടബാധ്യതകൾ വീട്ടിത്തരണേ അല്ലാ. ശാരീരിക അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ, കാലുവേദന, മുട്ടുവേദന, ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും ദുആ വസിയത്തുകൾ ഞങ്ങളുടെ ഖൽബിലുണ്ട് അല്ലാ. അല്ലാഹുവേ, ആ ദുആ വസിയത്തുകൾ നീ നടത്തി കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ അറിവിന് ബറക്കത്ത് നൽകുക അല്ലാ. ഞങ്ങൾക്ക് അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം തരണേ അല്ലാ. അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം തരണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുന്നേ പലവട്ടം നിന്റെ പരിശുദ്ധ ഹറമുകളിലെത്താനുള്ള മഹാഭാഗ്യം നൽകണമല്ലാ. ഹജ്ജ് ഫർളായവർക്ക് ഇത് നിർവഹിക്കാതെ നീ തിരിച്ചു വിളിക്കല്ലേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.